നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എളനാട് തൃക്കണായ ALP സ്കൂളിന് മുന്നിൽ അഴുക്കുചാലിലെ മലിനജലം കെട്ടിക്കിടന്ന് ദുരിതമാകുന്നതിനെതിരെ നാട്ടുകാരും BJPയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. എളനാട് തൃക്കണായ ALP സ്കൂളിന് മുന്നിലെ അഴുക്കുചാലിൽ ആഴ്ചകളായി മലിനജലം കെട്ടിക്കിടക്കുന്നത് വലിയ ജനരോഷത്തിന് കാരണമാകുന്നു. നിരവധി പിഞ്ചുകുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിന്റെ പ്രധാന കവാടത്തിന് മുന്നിലാണ് മൂക്കത്ത് വിരൽ വെപ്പിക്കുന്ന രീതിയിൽ ദുർഗന്ധം വമിച്ച് മലിനജലം തളം കെട്ടി നിൽക്കുന്നത്. എളനാട് സെന്ററിൽ നിന്നുള്ള അഴുക്കുവെള്ളം ഒഴുകിപ്പോകാൻ വഴിയേതുമില്ലാതെ ഈ സ്കൂൾ പരിസരത്താണ് വന്നടിയുന്നത്. നിലവിൽ അഴുക്കുചാലിൽ കാട് കയറി മൂടിയ നിലയിലാണ്. കൂടാതെ മദ്യക്കുപ്പികളും മറ്റ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെ വ്യാപകമായി തള്ളിയിട്ടിട്ടുണ്ട്. കടുത്ത മഴക്കാലമായതിനാൽ ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമോ എന്ന ഭീതിയിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നാട്ടുകാരും. അധികൃതരുടെ കടുത്ത അവഗണനയ്ക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഈ എളനാട് LP സ്കൂളിന്റെ മുൻവശത്തുകൂടി പോകുന്ന ഈ അഴുക്കുചാല് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പഞ്ചായത്തിന്റെ അധികൃതർ വന്ന് നന്നാക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. കാരണം എല്ലാ അഴുക്കുചാലും അതീവ ശുദ്ധിയോടുകൂടി വൃത്തിയാക്കേണ്ടതിനാൽ ഒരു എന്താ പറയുക, വെറും ഒരു പ്രഹസനം എന്ന പോലെയാണ് ഇവിടെ എളനാട്ട് സെൻട്രലിലും അതുപോലെ തന്നെ അഴുക്കുചാലുകൾ വൃത്തിയാക്കുന്ന ഒരു പ്രവൃത്തി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഈ കൊച്ചു കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ നമുക്ക് മഴക്കാല പൂർവ്വ രോഗങ്ങളും പനി പോലുള്ള രോഗങ്ങളും ഒക്കെ സജീവമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് ഈ എളനാടിന് ഈ LP സ്കൂളിന് മുമ്പിലൂടെയുള്ള ഈ തൊട്ടുമുന്നിൽ ഈ കാണുന്ന അഴുക്കുചാല്, അതിൽ വ്യാപകമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ വരുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെ അധികൃതർ ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ അഴുക്കുചാല് ദ്രുതഗതിയിൽ തന്നെ ശരിയാക്കേണ്ട ഒരു പ്രവർത്തനം ചെയ്യണം. BJPക്ക് അതിൽ പരാതിയുണ്ട്. ആ പരാതി പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അതിൽ കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിന്റെ അധികൃതർ ഈ അഴുക്കുചാല് വിഷയം ഇന്ന് തന്നെ പരിഗണിക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം എന്നാണ് BJP മണ്ഡലം ജനറൽ സെക്രട്ടറി TH അരുൺ, എളനാട് ഏരിയ പ്രസിഡന്റ് CL അഖിൽ എന്നിവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. ഏരിയ ജനറൽ സെക്രട്ടറി സന്ദീപ് രാജ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് സുരേഷ് വെണ്ണൂർ തുടങ്ങിയ നിരവധി നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന ഈ ഗുരുതര പ്രശ്നത്തിൽ അധികൃതർ എത്രയും വേഗം അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മുടെ ഈ എളനാട് സെന്ററിലെ അഴുക്കുചാലുകൾ വെള്ളം നിറഞ്ഞ് കുപ്പികളും വേസ്റ്റുകളും നിറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഇതിവിടെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിന് മുന്നിലാണ് ഇപ്പോൾ ഈ അഴുക്കുചാല് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇതിലിപ്പോൾ ഈ ചാലിൻ്റെ പല ഭാഗങ്ങളിലും കുപ്പികൾ അതുപോലെ വെള്ളം ഒഴിഞ്ഞു പോകാത്ത രീതിയിൽ തടഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അത് കാട് പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഇടപെട്ട് അതിനൊരു പ്രതിവിധി കാണണമെന്ന് എളനാട് ഏരിയ ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് CCV.